കോഴക്കേസിൽ കൊടിസുനിയിൽ നിന്നും DIG കൈക്കൂലി വാങ്ങി. സുനിയുടെ അടുത്ത ബന്ധുവിൽ നിന്ന് DIG വിനോദ് കുമാർ പണം വാങ്ങി. ഗൂഗിൾ പേ വഴിയും ഇടനിലക്കാരൻ വഴിയുമാണ് പണം വാങ്ങിയത്. 8 തടവുകാരുടെ ബന്ധുക്കളിൽ നിന്നും DIG നേരിട്ട് പണം വാങ്ങിയതിൻ്റെ തെളിവുകൾ വിജിലൻസിന് ലഭിച്ചു. വിവരങ്ങളുമായി ശ്രീനന്ദ SP ഇപ്പോൾ ചേരുന്നു. ശ്രീനന്ദ, കൈക്കൂലി വാങ്ങുന്നത് ഗൂഗിൾ പേ വഴിയാണ്. അതുതന്നെ വലിയൊരു തെളിവുമാണ്. IG എന്നാണ് പറയുന്നത്. പക്ഷേ നോക്കൂ, എത്ര പെട്ടെന്നാണ് കുടുക്കിലായത്. തീർച്ചയായിട്ടും കൃഷ്ണ, ജയിൽ കോഴക്കേസിൽ അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ വിനോദ് കുമാർ എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന കൊടിസുനി ഉൾപ്പെടെയുള്ള മറ്റ് 8 തടവുകാർക്ക് ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം വിനോദ് കുമാർ ഈ കൊടിസുനിയുടെ ബന്ധുവിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം കൈപ്പറ്റിയെന്നാണ് വിജിലൻസ് ഇപ്പോൾ നൽകുന്ന റിപ്പോർട്ട്. 1,80,000-ഓളം രൂപയാണ് വിനോദ് കുമാർ കൊടിസുനിയുടെ ബന്ധുവിൽ നിന്നും ഗൂഗിൾ പേ വഴി കൈക്കലാക്കിയിരിക്കുന്നത്. വിയൂർ സെൻട്രൽ ജയിലിലെ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥൻ വഴിയാണ് ഈ ഒരു പണം കൈമാറാനുള്ള നടപടികളൊക്കെ തന്നെ ഈ വിനോദ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മുൻപും സമാന രീതിയിൽ വിനോദ് കുമാറിനെതിരെ നിരവധി കുറ്റകൃത്യങ്ങൾ ഇതുപോലുള്ള ജയിലിലെ മറ്റ് ജയിൽ പുള്ളികളെയൊക്കെ തന്നെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകളെയും നടപടികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെ നടപടികൾ DIG ഉൾപ്പെടെയുള്ള ജയിൽ മേധാവിമാർ ഉൾപ്പെടെയുള്ളവർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിരുന്നു. പക്ഷേ യാതൊരുവിധ നടപടിയും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇദ്ദേഹം കൃത്യസമയത്ത് ജയിലിലെത്താത്തതും അതുപോലുള്ള നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പിണറായി സർക്കാരിന് ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയിരുന്നു. പക്ഷേ ആഭ്യന്തര വകുപ്പ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് എടുത്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വിരമിക്കാൻ 4 മാസം ബാക്കി നിൽക്കെയാണ് വിനോദ് കുമാറിനെതിരെ ഇത്തരത്തിലൊരു കുറ്റകൃത്യം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. വിജിലൻസ് ഇദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ഗൂഗിൾ പേ വഴി ഈ കൊടിസുനി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെ ഒക്കെ കുറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കേസിലൊക്കെ ശിക്ഷിക്കപ്പെടുന്ന മയക്കുമരുന്ന് കേസിലും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കുത്തു കൊലപാതകം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ശിക്ഷിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ ഒരു സംരക്ഷണം നൽകുന്ന ഒരു നിലപാട്. കാരണം ജയിലിൽ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക, അതുപോലെ തന്നെ പരോളുകൾ വഴിവിട്ട പരോളുകൾ ഒക്കെ അനുവദിക്കുക, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിനോദ് കുമാറിനെതിരെ ഉടൻ തന്നെ നടപടി സ്വീകരിക്കണമെന്നാണ് വിജിലൻസ് ഇപ്പോൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഉടൻ സസ്പെൻഡ് ചെയ്തേക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊടിസുനിയിൽ നിന്നും DIG കൈക്കൂലി വാങ്ങി എന്ന വാർത്ത ഗൂഗിൾ പേ വഴിയാണ് വാങ്ങിയത്. വിജിലൻസ് അത് കണ്ടെത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ SP.